ഇന്ന് നമ്മളുള്ളത് റിഗ് എക്സ്പെഡിഷൻ്റെ കൂടെ ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോകാനാണ്. അവരുടെ 3 വണ്ടി നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അവരുടെ കൊമ്പൻ, റുബിക്കോൺ ആൻഡ് ഷാഡോ. ഇന്ന് നമ്മൾ മല്ലഗൂസിൽ പരിചയപ്പെടാൻ പോകുന്ന റിഗ് എക്സ്പെഡീഷനെയാണ്. കാനഡയിലുള്ള മലയാളികളുടെ ഇടയിൽ മലയാളി ഓഫ് റോഡ് ക്ലബ്ബ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു റിഗ് എക്സ്പെഡീഷൻ ക്ലബ്ബാണ് ഇവർ യൂഷ്വലി ഇവിടെ വരാറുണ്ട്. ഇവർക്കിത് പുതുമയുള്ള ട്രാക്കല്ല, നമുക്കിത് പുതുമയുള്ള ട്രാക്കാണ്. നമ്മൾ ഈ ഓഫ് റോഡ് കാർഡ് എന്നും കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പോവാണ് വിത്ത് ഡിഫറെൻറ്റ് ടെറൈൻസ്. പല ടെററിലൂടെ നമ്മൾ പോകും. ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് ഇതിന് വേണ്ടി പ്രിപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വണ്ടികളുടെ ഓരോരോ സ്റ്റെപ്സും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഏകദേശം എത്ര നേരം ഉണ്ടാവും ഈ ട്രിപ്പ് എന്നുള്ളതിനെ പറ്റിയും ട്രിപ്പ് എവിടെയാണ് നടക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ റിഗ് എക്സ്പെഡീഷൻ തന്നെ പറയുന്നതായിരിക്കും. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഉണ്ടാവും. അവരെല്ലാവരും ഇപ്പോൾ എയർ ഡീഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2+, 4+ റേറ്റിങ്ങിലുള്ള ട്രെയിലാണ് നമ്മളിന്ന് പോകുന്നത്. സോ 3 വണ്ടി റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇവരുടെ ഗ്രൂപ്പിലെ വൺ ഓഫ് ദ റൈഡറാണ് രാഹുൽ, സംഗീത ആൻഡ് ഓം. ഇവർ 3 പേരുമാണ് ഈ ജീപ്പിൽ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സോ പുള്ളിയുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഈ ട്രെയിൽ എന്താണ്, ഈ ലൊക്കേഷൻ എവിടെയാണ്, എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെൻഡൻ ഓഫ് റോഡ് പാർക്കിലാണ്. ഇത് ഹാലിബർട്ടൺ കൗണ്ടിയിൽ വരുന്ന സ്ഥലമാണിത്. ഇതൊരു കംപ്ലീറ്റ്ലി പ്രൈവറ്റ് പാർട്ടി ഓൺഡ് ട്രെയിലാണ്. ഒണ്ടാരിയോ ഫെഡറേഷൻ 4-വീൽ ഡ്രൈവിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. ഇതിൽ ഒരുപാട് ട്രെയിൽസ് വരുന്നുണ്ട്. ഓരോ ട്രെയിൽസും ഓരോ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എന്താ പറയുക ഡിഫിക്കൽട്ടിയാണ്. അതിൽ ട്രെയിൽ റേറ്റിംഗ് ഉണ്ട്, 3, 4+ അങ്ങനെ ഒരുപാട് ട്രെയിൽ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ട്രെയിൽസൊക്കെ നമുക്കിന്ന് ചെയ്യാം. ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ തൊട്ട് ഇവിടെ അടുത്തുള്ള ആരി ട്രെയിലും പിന്നെ അടുത്തുള്ള R3 ട്രെയിലുമാണ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈസി പിന്നെ ഒന്ന് മോഡറേറ്റ്. ഈസി ട്രെയിൽ ഒരു 2+ ഉണ്ട്, അത് 3 to 3+ ഉണ്ട്. സോ അതിൽ ഓരോ ഡിഫറെൻറ്റ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അത് നമ്മളിന്ന് എങ്ങനെയാണ് ടെക്നിക്കലായിട്ട് എടുക്കാൻ പോകുന്നത്, ഓരോന്നിനും ഓരോ ലൈൻ. അപ്പോൾ അതിൻ്റെ ഒബ്സ്റ്റക്കിൾ റേറ്റിങ്ങും വണ്ടിയുടെ പിച്ച്, റോൾ, അങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡീറ്റെയിലായിട്ട് കാണാം. യെസ്, ഒരു ബിഗിനർ ടു ഒരു എക്സ്പേർട്ട് ലെവലുള്ള ആൾക്കാർക്കും കണ്ടിരിക്കാവുന്ന വീഡിയോസാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് എയർ ഡൗൺ ടൂള്, ബോൾഡർ ടൂൾസ് എന്ന് പറഞ്ഞ ഒരു എക്വിപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 സ്റ്റെപ്പാണ് വരുന്നത്. ഒന്ന് നമ്മൾ ഡയറക്റ്റ് വാൾ ട്യൂബിൽ കണക്ട് ചെയ്യുന്നതും, സെക്കൻഡ് നമ്മൾ വാൾവ് അഴിച്ചെടുക്കുന്നതും. സോ ഇത് യൂസ് ചെയ്ത് നമ്മൾ ഈ വാൾവ് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് എയർ റിലീസ് ചെയ്യും. സോ നിതിൻ ബ്രോ പറഞ്ഞ പോലെ ഒരു 18 അല്ലെങ്കിൽ 17 അത്രയും മതി നമുക്ക് ഈ ട്രെയിലിന്. സോ ഇത് സ്റ്റോപ്പ് ചെയ്ത് നമ്മളിത് ചെക്ക് ചെയ്യാം. സോ ഏകദേശം ഇപ്പോൾ ഒരു 17 അടുത്ത് പ്രഷറായി. ഇത് വെരിഫൈ ചെയ്യാൻ വണ്ടിക്കകത്ത് തന്നെ ടയർ പ്രഷർ കാണിക്കും. അപ്പോൾ സംഗീത ടയർ പ്രഷർ എത്രയാ? ഓക്കെ, ഒരു പോയിന്റും കൂടെ കുറയ്ക്കുന്നുണ്ടേ. സോ അങ്ങനെ തിരിച്ച് നമ്മൾ ഈ വാൾവ് ടൈറ്റ് ചെയ്ത് കയറ്റുക. എന്നിട്ട് വാൾവ് ഹെഡിൽ നിന്ന് ഇതങ്ങോട്ട് അയച്ചു. ഇപ്പോൾ എൻ്റെ പുറകിൽ ഈ കാണുന്ന വണ്ടിയുടെ പേര് മിണ്ടാപ്രാണി എന്നാണ്. എന്താണെന്ന് വെച്ചാൽ അത് 4XE ആണ്. ഒരു ഹൈബ്രിഡ് ട്രെയിൻ ആയതുകൊണ്ട് വളരെ ശാന്തനായിട്ട് പോകുന്ന വണ്ടി ആയതുകൊണ്ട് ഒരു മിണ്ടാപ്രാണി എന്നാണ് വിളിക്കുന്നത്. ഈ വണ്ടിക്ക് അങ്ങനെ പേരൊന്നുമില്ല, എൻ്റെ നൂലിട്ട് ചടങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. റൂബിക്കോൺ തന്നെയാണ്. അവരും ഇപ്പോൾ ഡീഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയാവുന്ന ഈ കൂട്ടത്തിലെ കൊമ്പൻ ഇവിടെ തന്നെയുണ്ട്. കൊമ്പനെയും കൂട്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ 3 വണ്ടിയുമായിട്ട് നമ്മളിന്ന് ഈ കാട് മലയും കീഴടക്കാൻ പോവുകയാണ്. എല്ലാവരും പൊതുവെ ഈ വണ്ടീനെ മിണ്ടാപ്രാണി എന്നാണ് പറയാറ്, ഹൈബ്രിഡായ കാരണം. പക്ഷേ രാഹുൽ ആ ലൈറ്റ് ബാർ ഇട്ട ശേഷം ഞാൻ വേറൊരു പേരിട്ടു. അത് ഓൺ ചെയ്താൽ അതിൻ്റെ പേര് അമ്പി. എന്താ വെച്ചാൽ ബസ് മുക്കുറി ഇട്ട മാതിരിയാണ്. അത് കാരണം ഇത് ഓൺ ആയാൽ അമ്പി, ഓഫായ റെമോ. മിണ്ടാപ്രാണി വേണണ്ട, അയാളൊരു സാധുവാടോ.
കുറച്ച് വണ്ടികളുടെ ആക്സിലും ആമും ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങ് നിങ്ങായി ചിത്രി കിടക്കുന്ന കുറച്ച് ഷോക്ക് ഒബ്സർവേഴ്സും കാണാം. റുബിക്കോൺ ആണെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ സേവ ഡിസ്കണക്ട്, പിന്നെ ഫ്രണ്ടും ബാക്കും ട്രൂ ലോക്കർ. ഇത് സേവ ഡിസ്കണക്റ്റിൻ്റെ സ്വിച്ച് ഇവിടെ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ ഡിസ്കണക്ട് ആവും. വീണ്ടും കണക്ട് ചെയ്യണം, ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 20 km/h മേളിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സേഫ്റ്റി ഫീച്ചർ ആയതുകൊണ്ട് കണക്ട് ആവും. പിന്നെ ലോക്കറുണ്ട്, ഫ്രണ്ടും ബാക്കും ട്രൂ ഇലക്ട്രോണിക് ലോക്കറാണ്. അപ്പോൾ റുബിക്കോൺ ആണെങ്കിൽ നമുക്കിതെല്ലാം കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്ത് വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ വേറെ ട്രിമ്മിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നേന്ന് ചെയ്തെടുക്കേണ്ടി വരും. എക്സ്റീക്കോണൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പം വിഞ്ചടക്കം, വാനിൻ്റെ വിഞ്ചടക്കം കമ്പനി വരുന്നുണ്ട്. അപ്പോൾ നമ്മളധികം വണ്ടി പൈസ എടുത്തിട്ട് പണിത് താല്പര്യമില്ലാത്തവർക്ക് അത് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ട്രെയിലൊക്കെ അത്യാവശ്യം ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് ആരി എന്ന് പറഞ്ഞ ട്രാക്കിലാണ്. ഈ ട്രാക്കിൽ ഒരു മേജർ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഈ ട്രീ സ്റ്റമ്പാണ്. ഇതൊരു 2+ റേറ്റഡ് ട്രാക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റമ്പ് അവോയ്ഡ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് പോവാം. പിന്നെ ഇത് കയറി ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിയെ നമുക്കിത് കയറി ചാലഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇത് കയറ്റി ഇറക്കിയിട്ടാണ് പോയത്. സംഗീത നമ്മളിപ്പോൾ ഒരു 30% ട്രെയിനിലായിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇനിയിപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളൂ. ഒന്ന് ജസ്റ്റ് നമുക്ക് റൗണ്ട് പെട്ടെന്ന് ഇത് ലൂപ്പ് ചെയ്ത് ലൂപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ഒബ്സ്റ്റക്കിളിലേക്ക് പോകാം. കുറച്ചുകൂടെ റൈറ്റഡ് ആയിട്ടുള്ള ചെയ്യാമല്ലോ. ഇത് നല്ല ദിവസമല്ലേ? അപ്പോൾ ഫുൾ എടുക്കാമല്ലേ? ഫുൾ എടുക്കാം. ഓക്കെ, സെറ്റ്. ശരി. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു OF4WD പറഞ്ഞിട്ടൊരു ട്രെയിൽ മാപ്പാണ്. അപ്പോൾ ഇവരുടെ ഫുൾ ട്രെയിൽ ഇൻഡെക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഫോളോ ചെയ്യണത് ആരി ട്രെയിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു മേജർ ഒബ്സ്റ്റിക്കിൾ ആസ് സച്ച് കഴിഞ്ഞു. ഇനി നമ്മളുടെ പ്ലാൻ ഇതൊരു വൈൻഡിങ് ലൂപ്പ് നിങ്ങൾക്ക് പിക്ചറിൽ തന്നെ കാണാം, ഗ്രീൻ കളർ ട്രെയിലിൽ. അപ്പോൾ അത് ഫുൾ ഒറ്റ ഷോട്ടിൽ ഫിനിഷ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇനിയും 70% ബാക്കി കിടക്കണം. ഇപ്പം നമ്മളൊരു 50%-ലാണ് ആരി ട്രെയിലിൽ നിൽക്കുന്നത്. ബാക്കി നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത് പിടിച്ചാലോ? അടുത്ത് പിടിക്കും. കുറച്ചുകൂടെ വൈൽഡായി. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ട്രാക്കിൻ്റെ. ഇനി ഈ ഒരു ട്രെയിൽ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വളരെ ഒരു വൈൻഡിങ് ട്രെയിലാണ്. നമ്മുടെ പുറകിൽ അത്യാവശ്യം 3 വണ്ടി സ്റ്റഡി ആയിട്ട് തന്നെ കയറി പോരുന്നുണ്ട്. നമുക്ക് കാണാം. ഈ സ്പോട്ടറൊന്നും ഇല്ലാതെ നമ്മൾ പോകുന്നു. ഇത്ര നേരം നമ്മൾ സ്പോട്ടർ വെച്ചാൽ പോയിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് സ്പോട്ടർ ഇല്ലാതെ പോകാവുന്നതാണ് ഈ ട്രെയിലൊക്കെ. ഇപ്പോൾ രാഹുൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ട്രാക്ക് ഈ ഒരു ട്രെയിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതോടുകൂടി ആ ട്രെയിൽ ലൂപ്പ് അടിച്ച് ഇവിടെ തീരുവാണ്. നമ്മൾ തുടങ്ങിയെടുത്ത് തീരുവാണ്. ഇനി കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ആരി ട്രെയിലിലോട്ടാണ്. ഒബ്സ്റ്റക്കിൾസ് കൂടുതലുള്ള ഒരു ട്രെയിൽ കൂടിയാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് പുതുമയുള്ള കാര്യമാണ്, ഇവർക്ക് പുതുമയുള്ളതല്ല. സോ അതുകൊണ്ട് പുഷ്പം പോലെ ഇവർ ഓടിച്ച് മിന്നായം പോലെ ഓടിച്ച് 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു ട്രെയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ആ ഒരു റോക്ക് റോളിംഗ് ഭംഗിയൊക്കെ കാണണമെങ്കിൽ അങ്ങനെ സ്ലോ ആയിട്ട് തന്നെ ആ സ്റ്റമ്പിൽ കയറ്റി നിർത്തും, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ടൈം പ്രോസസ്സ്, അത് കുറച്ച് സമയമെടുക്കും. അത് കാണാനൊരു രസമാണ്. അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. നമ്മൾ ചെറിയൊരു ബ്രേക്കിലോട്ട് പോവാണ് ആ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ. ഞങ്ങളൊന്ന് ക്യാമറയൊന്ന് റീചാർജ് ചെയ്യുന്നു, കുറച്ച് വെള്ളം കുടിക്കുന്നു, കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഗെയിൻ ചെയ്യാനുണ്ട്. നല്ല വെയിലുള്ള ദിവസമാണെന്ന്. കുറച്ച് തീയും പുകയും മണ്ണും പൊടിയും തിന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ട്രെയിൽ ഫസ്റ്റ് ട്രെയിൽ കംപ്ലീറ്റ് ചെയ്തു. ആരി ട്രെയിൽ കംപ്ലീറ്റ് ചെയ്തു. ഒരു 10 minutes ആയിരുന്നു പുള്ളി പറഞ്ഞ ടൈം. പക്ഷേ നമ്മൾ ഇച്ചിരി സമയം കൊടുത്തത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓടിച്ച 3 ലേഡീസ് ഹിയർ നമ്മുടെ മുമ്പിലുണ്ട്. അവർ ഇൻഡിവിജ്വൽ നമുക്ക് പരിചയപ്പെടാം. റിഗ് എക്സ്പെഡീഷൻസിൻ്റെ ഓരോരുത്തരുടെയും വൈഫാണ് ഇവർ. അപ്പോൾ അവരെ നമുക്ക് ഇൻഡിവിജ്വലി പരിചയപ്പെടാം. അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇവർ ആദ്യം എല്ലാവർക്കും തോന്നുന്നല്ലേ? ആദ്യമല്ല. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കേൾക്കാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓവർലാൻഡിങ് ഓഫ് റോഡിങ് തുടങ്ങിയത് ഏകദേശം ഈ കൊല്ലം തുടക്കം ജീപ്പ് വാങ്ങിയ ശേഷമാണ്. അപ്പോൾ ഈ ഒരു കൾച്ചറിലേക്ക് എനിക്കും മോനും ഭയങ്കര ഇഷ്ടമായ കാരണം കൂടെ എല്ലാ പരിപാടികൾക്കും ഇറങ്ങണം. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ആവേശം, നമുക്കും ട്രൈ ചെയ്യണം. എപ്പോൾ നോക്കിയാലും ഞാൻ ഓരോരോ വീഡിയോസൊക്കെ കാണുമ്പോഴും കൂടുതലും
ആണുങ്ങളാണ് ഓടിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക അതെങ്ങനെ ശരിയാവുക, നമുക്കും ട്രൈ ചെയ്യണ്ടേ, അത് നമുക്ക് പറ്റില്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ രാഹുലിൻ്റെ അടുത്ത് പറയും ഒരു ഒബ്സ്റ്റക്കിൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇന്ന് ആര് വണ്ടി എടുക്കും, രാഹുലാണോ അതോ ഞാനാണോ. അപ്പം അങ്ങനെ ഒരു ആവേശം കയറിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഒരു രസം, ദാറ്റ് ഇസ് ഒരു പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ആർക്ക് വേണമെങ്കിൽ ദാറ്റ് ഇസ് ധൈര്യം ഉണ്ടോ, വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണോ, കയറുക. റോഡും ട്രെയിലും അതൊന്നൊരു വിഷയമല്ല, റോഡ് നോക്കുക പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് തുടങ്ങിയത്. I think that this might be true. After you're like getting very good at the trails, you might think like, hey, maybe the roads and trails are no difference. കുഴപ്പമില്ല, ഗോ ഹെഡ്. Oh no, that's it. That's it. So that's it.